വിവിധ വിഭാഗങ്ങളിലായി 22 മത്സരങ്ങളാണ് നടന്നത്. പ്രോ ബോക്സിംഗ് റാങ്കിൽ മുൻനിരയിലുള്ള ചന്ദ്രു ഉൾപ്പെടെയുള്ളവർ ഗോദയിലിറങ്ങി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് സാധാരണ ബോക്സിംഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കാറുള്ളതത്രേ. മലയാളി കായിക താരങ്ങൾക്ക് നാട്ടിൽ മത്സരിക്കാനായെന്നും സംഘാടകർ. ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ ഇൻ ഫ്യൂച്ചർ ഇവിടെ തന്നെ ചാമ്പ്യൻസ്, ഡിസ്ട്രിക്ട് ചാമ്പ്യൻസും സ്റ്റേറ്റ് ചാമ്പ്യൻസ്, നാഷണൽ ചാമ്പ്യൻസ് ആവും. ഇന്റർനാഷണലിലേക്കും പോകാനുള്ള സാധ്യത ഉണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. അശ്വജിത്തുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. എജെ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞ ആലപ്പുഴയിലെ തീപാറിയ പോരാട്ടം, അത് ഞാൻ ഈ ആദ്യം വായിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഈ ഗോദ സിനിമയൊക്കെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പോരാട്ടമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇത് ഭയങ്കര ഒരു പ്രൊഫഷണൽ ബോക്സിംഗ് തന്നെയാണ് അവിടെ നടന്നത്, അല്ലേ എജെ? സേതു, ഗുഡ് മോർണിംഗ്. ഈ മോഹൻലാലിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ സിനിമയിൽ, ബോക്സിംഗ് പഠിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പറ്റിയില്ല. അതുപോലെ ബോക്സിംഗ് കാണണമെന്നൊരാഗ്രഹം എനിക്ക് നേരിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ നമ്മുടെ നാട്ടിൽ അത് നടക്കാത്തതുകൊണ്ട് തന്നെ അത് കാണാൻ പറ്റിയില്ല. പക്ഷേ ഇത്തവണ ആലപ്പുഴയിൽ വന്നതോടുകൂടി അത് നേരിട്ട് പോയി കാണാനുള്ള ഒരു അവസരമുണ്ട് എന്നുള്ളതാണ് ഒരു സന്തോഷവും കൗതുകവും ഒക്കെ പറയുന്നത്. ഈ ബോക്സിംഗ് സത്യത്തിൽ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ തോതിൽ പ്രചാരണത്തിലുണ്ട് എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ അധികം ഇല്ല എന്നതാണ് പറഞ്ഞു വരുന്നത്. ഞാനിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. സേതു, കണ്ടിട്ടുണ്ടോ ബോക്സിംഗ്? ഇല്ല, കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയെങ്കിൽ ആലപ്പുഴയിലെ ഈ തുടക്കം ഇനി ബോക്സിംഗ് താല്പര്യമുള്ള ആളുകൾ, ബോക്സിംഗ് കാണാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ നിരന്തരം ടൂർണമെന്റുകൾ നടത്തുകയാണെങ്കിൽ നേരിട്ട് പോയി കാണാം, ആസ്വദിക്കാം. വ്യക്തിപരമായി എനിക്ക് ഈ ബോക്സിംഗ് എന്ന അതൊരു മത്സര ഇനമാണ്, ഒളിമ്പിക് ഇനമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ സ്പിരിറ്റ് ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും രണ്ടാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അർത്ഥത്തിൽ കായികപരമായി ഏറ്റുമുട്ടുന്നതിനോട് വ്യക്തിപരമായി യോജിപ്പില്ലാത്തതുകൊണ്ട് തന്നെ വ്യക്തിപരമായി എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കായിക ഇനം കൂടിയാണ്. അതുകൊണ്ട് ഒരു തവണ നേരിട്ട് കണ്ടേക്കാം എന്നത് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇനി അങ്ങനെ ടി വിയിൽ കാണണ്ട, നമ്മുടെ നാട്ടിൽ ഇനി നിരന്തരം ടൂർണമെന്റുകൾ നടക്കാൻ പോകുന്നു എന്നാണ് ആ സ്റ്റോറിയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നേരിട്ട് പോയി ബോക്സിംഗ് കണ്ട് ആസ്വദിക്കാം, അല്ലേ?